ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ ഗോവയിലുള്ള സെക്കൻഡ് ഡേ ആണ്. ദാറ്റ് ഇസ് എ തേർഡ് പാർട്ട് ഓഫ് ദിസ് വ്ലോഗ്. അപ്പം നമ്മളിന്ന് പുറത്തൊക്കെ ഒന്ന് പോകുന്നുണ്ട്, മാർക്കറ്റിലൊക്കെ. സോ രാവിലെ തന്നെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. കുറേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാത്തിനും കുറച്ച് കുറച്ച് കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ മാർക്കറ്റിലേക്കാണ് പോയത്. കുറേ സാധനങ്ങളുണ്ട്, അത് നമുക്ക് ഇവിടെയൊക്കെ കിട്ടുന്ന പോലെ തന്നെയാണ്, എല്ലാം ഉണ്ട്. പക്ഷെ എന്താണ്, ലൈക്ക് ഷെല്ല് കൊണ്ട് ഉണ്ടാക്കിയ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ കമ്മൽ, അതൊക്കെയാട്ടോ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ്. പിന്നെ അതുപോലെ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ നമ്മൾക്ക് മെഡിറ്റേഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അന്ന് ആ ചേട്ടൻ പറഞ്ഞത്. വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിയില്ല, ബിക്കോസ് കോസ്റ്റ് കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ ഇതേപോലെ ബാഗ്സും കാര്യങ്ങളും, ഇങ്ങനത്തെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു ഈ ബാഗിന് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ നോക്കി ലാസ്റ്റ് ഞാൻ 2 ബാഗ് വാങ്ങി. രണ്ടും ഗ്രീൻ കളറായിരുന്നു, അതാണ് വേറൊരു പ്രത്യേകത. പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ ബീച്ചിലേക്കാണ് പോകുന്നത്. ഇനി ഫുൾ വാട്ടർ സ്പോർട്സാണ് നമ്മൾ വൈകുന്നേരം ഇനി അങ്ങോട്ട്. അങ്ങനെ നമ്മൾ നേരെ ബീച്ചിലെത്തി. നല്ല വെയിലായിരുന്നു. ഇനി നമ്മളൊരു ബോട്ടൊക്കെ കയറിയിട്ട് വേണം പോകാനായിട്ട്, പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ട്. അതേപോലെ ജെറ്റ് സ്കീയിങ് ചെയ്തു. പാരാഗ്ലൈഡിങ് ഞാൻ 2 വട്ടം ചെയ്തു. കുറേ വെള്ളത്തിലൊക്കെ മുങ്ങി. എന്തായാലും അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും. എനിക്ക് ജെറ്റ് സ്കീയിങ് അത്ര അടിപൊളിയായിരുന്നില്ല. ഫുൾ ഞാൻ ഭയങ്കര കാറ്റും വെള്ളം എന്തൊക്കെയോ ആയിട്ട് എനിക്കൊന്നും കാണുന്നുണ്ടായിരുന്നല്ലോ, ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ ഗോവയിൽ പോയപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് ബ്രെയ്ഡ്സ്. അപ്പം കുറേ ആൾക്കാരുണ്ട് ഇത് ചെയ്തു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരതിനനുസരിച്ച് ചെയ്തു തരും. ഐ തിങ്ക് ഒരു ബ്രെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 50 to 100 റുപ്പീസിൻ്റെ ഉള്ളിലാണ്. ഓരോരുത്തർക്ക് ഓരോ റേറ്റാണ് പറയുന്നത്. അപ്പം ആദ്യം ഞാൻ 2 ബ്രെയ്ഡ്സ് ചെയ്തു. ഇതാണ് അവരുടെ കയ്യിലുള്ള ത്രെഡൊക്കെ. ഡിസൈൻസ് ആണെങ്കിലും നമ്മൾ പറയുന്ന ഡിസൈൻസിൽ അവർ ചെയ്തു തരും കേട്ടോ. പിന്നെ അതുപോലെ പിറ്റേ ദിവസം രാവിലെയും എനിക്ക് ചെയ്യേണ്ടി വന്നു, ബിക്കോസ് എനിക്കൊരു കുട്ടി ചെയ്തു തരാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മറന്നുപോയി. അപ്പോൾ അവളെ കണ്ടപ്പോൾ ഒന്നും കൂടി ഞാൻ ചെയ്തു. അവൾ ചെയ്തത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ടോ. അവൾ 3 ത്രെഡ് എടുത്തിട്ട് ഒരു വേറെ തന്നെ ഡിസൈനിലാണ് ചെയ്തു തന്നെ. അപ്പം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബൈ, സീ യു സൂൺ.